ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിലെല്ലാം വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മീൻ വറുക്കുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് ഞാൻ കണ്ടത് മത്തി വറുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എനിക്ക് പൊതുവേ മത്തിയോട് വലിയ താല്പര്യം ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ച് അയല കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കടുക് ഇട്ടു. പിന്നെ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചട്ടി ചൂടാവാൻ ഇട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്ത ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ മീൻ വറുക്കാൻ എന്തൊക്കെയാണോ ചേർക്കുന്നത് അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞ് നമ്മൾ ഈ പൊടിയിലോട്ട് ഇട്ടിട്ട് തീ ഓൺ ചെയ്ത് കൊടുക്കുവാണേ. തീ ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ നല്ല രീതിക്കൊന്ന് വാട്ടിയെടുത്ത ശേഷം കുറച്ച് ആവശ്യത്തിന് ഒരു പുളിപ്പ് കിട്ടാൻ പാകത്തിന് പുളി ഞാൻ വെള്ളത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കറിവേപ്പിലയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മുടെ പുളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിപ്പിന് നമ്മൾ എന്താ പറയുക, ഒരു കറിക്ക് ഇത്ര പുളിപ്പ് വേണമെന്നുണ്ടല്ലോ, ആ ഒരു പാകത്തിന് എത്ര അളവെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഒരു പുളിപ്പിന് ആവശ്യമായുള്ള ഒരു കുഞ്ഞൊരു പീസ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ മീനെടുത്ത് അതിനകത്തോട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ നല്ലതാക്കി പൊള്ളിച്ചെടുക്കുക എന്ന് വെച്ചാൽ നല്ല രീതിക്ക് അപ്പോഴേക്കും നല്ല രീതിക്ക് നമ്മൾ പുളി ഒഴിക്കുമ്പം തന്നെ നല്ല രീതിക്ക് കുറുകിയിട്ടുണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മളത് മീൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാ മീൻ വറുക്കുന്ന കണക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടാൽ മതി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടിരുന്ന് അത് എഡിറ്റ് ചെയ്യാനുള്ള സത്യം പറഞ്ഞാൽ മറന്നുപോയി എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വെച്ചാൽ ഈ ഒരു ഐറ്റം, ഇതിൻ്റെ ചാറ് കഴിക്കാൻ തന്നെ വേറെ ടേസ്റ്റ് ആട്ടോ. ചാറെന്ന് വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചാറ് മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ടാകുന്ന വേണമെങ്കിൽ പറയാം. അതുപോലെ അപാര ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനൊരു ചോറിൻ്റെ കൂടെ മാത്രമാണ് എടുത്ത് കഴിച്ചു തന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കിട്ടിയാണെങ്കിൽ തിന്നാം. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുക കിട്ടിയാണെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോൾ കിട്ടിയാണെങ്കിൽ കൊള്ളാമായിരുന്നു. നല്ല രീതിക്ക് ഫ്രൈ ചെയ്ത് നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിച്ച് നോക്കി കഴിഞ്ഞാൽ വേറെ കറികളൊന്നും വേണ്ട, കുഞ്ഞു മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയപ്പം ഇച്ചിരി ഒന്ന് അടുക്കി പിടിച്ചായിരുന്നു കേട്ടോ. എന്നാലും അടിപൊളിയാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചോറും കൂട്ടി കഴിക്കാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.